ചെറിയമ്മ സമയം കിട്ടുമ്പോ അങ്ങോട്ട് ഇറങ്ങ്. ശരി മോളെ, പോയിട്ട് വരാം. ശരി എന്നാ പോയിട്ട് വാ രാജു. ദീപകേ, അവര് പോട്ടെ. വേണ്ടതെന്താണെന്ന് അമ്മ നിന്നോട് പറയാം. അമ്മായി, ഞങ്ങൾ ഇറങ്ങുക. കയറിക്കോ. യാമിനി വാ. അവളാ രമ്യ. അവളോടിനി ഞാൻ എന്ത് സമാധാനം പറയും? അമ്മ എന്തിനാ വയ്യാവേലിക്ക് എടുത്ത് തലയിൽ വെക്കുന്നത്? അങ്ങനെ പറയാതെ ദീപകേ. രമ്യ കൂടെയുള്ളത് നമുക്കിപ്പോ ഇരട്ടി ബലവാ. ഹലോ ഹലോ അംബിക മാഡം, എന്താ എന്റെ കോൾ അറ്റൻഡ് ചെയ്യാത്തെ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലേ? അത് രമ്യയെ എന്താ, എന്തു പറ്റി? എന്താ അമ്മേ, എന്താ അവള് പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അവള് കോള് കട്ട് ചെയ്തു. പിന്നെ കോള് കട്ട് ചെയ്യാതെ ഇനി ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ചും എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും? ഒന്നുകിൽ രാജുവിനെ തീർത്ത് ഋതികയെ എനിക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഋതികയെ തീർത്ത് അവളുടെ സ്വത്തുക്കൾ എനിക്ക് സ്വന്തമാക്കണം. ഇങ്ങനെയൊക്കെ നിനക്ക് തോന്നുന്നതേ നിന്റെ പ്രായത്തിന്റെ ചോരത്തിളപ്പുകൊണ്ടാ ദീപകേ. ഓരോ പരാജയങ്ങളും വിജയത്തിന്റെ ചവിട്ടുപടികളാണെന്ന് നീ കേട്ടിട്ടില്ലേ? അമ്മയുടെ പഴഞ്ചൻ തത്വങ്ങളൊന്നും ഈ കാലത്ത് വർക്കൗട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ നിനക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റുന്നൊരു കാര്യം അമ്മ പറയാം. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? അറിയാം. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അമ്മാവൻ നോമിനേഷൻ നൽകാൻ പോകുന്ന ദിവസമല്ലേ നാളെ? അതെ. നീ പറഞ്ഞ അമ്മയുടെ പഴഞ്ചൻ ഐഡിയയിൽ തോന്നിയൊരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. എന്താ പറയ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രതാപവർമ്മയ്ക്ക് നോമിനേഷൻ കൊടുക്കാൻ സാധിക്കരുത്. പ്രതാപന്റെ നോമിനേഷൻ നമുക്ക് തടയണം. എന്തിന്? എന്തിനാ അമ്മേ അമ്മാവന്റെ നോമിനേഷൻ നമ്മൾ തടയുന്നത്? അമ്മാവൻ മന്ത്രിയായി തുടർന്നാലല്ലേ നമ്മുടെ കുടുംബത്തിന് പേരും പ്രശസ്തിയും പവറും ഒക്കെ ഉണ്ടാവും. ദീപകേ, സൽപുത്ര, നീയേ അമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. എന്താ വെയില്! ഈ ചൂട് ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൂടി വരുവാണല്ലോ. കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവസാനത്തെ മരവും മുറിച്ചു കഴിയുമ്പോ ഈ നാടൊരു മരുഭൂമിയായി മാറും. നിങ്ങൾ ഇത്തിരി വെള്ളം കുടിക്കേ. വരണം സർ. ഇവിടെ ഏതാണോ സ്ഥലം? ദാ ആ കാണുന്നതാ സ്ഥലം. ഓ, അത്. ഈ പള്ളയും കാടൊക്കെ വെട്ടിനിരപ്പാക്കി കുറച്ച് വില്ലകളും ഫ്ലാറ്റുകളും വന്നാൽ കലക്കും. പിന്നെ ടൗണിനോട് ചേർന്ന് ഇത്രയും സൗകര്യമുള്ള സ്ഥലം വേറെ എവിടെ ഉണ്ട്? നല്ല ഫ്രഷ് എയർ, എവിടെ കുഴിച്ചാലും വെള്ളം, റീമിഷന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. സാറന്മാരെവിടെന്നാ? ഇതിനു മുമ്പ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഈ കൃഷി ഇറക്കിയിരിക്കുന്നതൊക്കെ ചേട്ടനല്ലേ? അതെ ചേട്ടാ,
ഇദ്ദേഹമാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. ഞാൻ കുമാരൻ. ഈ സ്ഥലമൊക്കെ ഞാൻ വാങ്ങി. ഇവിടെ വലിയ ബിൽഡിംഗ് ഒക്കെ വരാൻ പോവാ. അതിന്റെ പണിയൊക്കെ കഴിയുമ്പോ മോശമല്ലാത്തൊരു ജോലി നിങ്ങൾക്ക് രണ്ടാൾക്കും തരപ്പെടുത്തും. ഈ കൃഷി സ്ഥലത്തോ? ഇവിടെ കെട്ടിടം പണിയുന്ന കാര്യമാണോ സാറ് പറയുന്നേ? സാറിന് മാറിപ്പോയതായിരിക്കും. ഇതെന്റെ സ്ഥലമാ. എന്റെ സ്ഥലം ഞാൻ ആർക്കും വിറ്റിട്ടില്ല. അതിന് ഈ സ്ഥലം എങ്ങനെയാ ചേട്ടന്റെ സ്ഥലമാവുന്നേ? ഇത് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ സ്ഥലമല്ലേ? വർമ്മ സാറ് ഈ കാണുന്ന 1.5 ഏക്കർ എനിക്ക് ഇഷ്ടദാനമായി തന്നതാണ്. എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന 20ഓളം കർഷകർക്ക് വർമ്മ സാറ് സ്ഥലം തന്നിരുന്നു. നിങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കും. ഒരു തെറ്റും പറ്റിയില്ല. ഈ വർമ്മ സ്ഥലം നിങ്ങൾക്ക് തന്നതിന് എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കൈവശമുണ്ടോ? ഓ, അതൊക്കെ ഇക്കഴിഞ്ഞ മാസം ഈ സ്ഥലത്തിന്റെ കുറുകെ വലിയ റോഡുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് സാറന്മാര് വന്ന് വാങ്ങിക്കൊണ്ടുപോയി. അതുകൊള്ളാം. അങ്ങനെ വരട്ടെ. ഈ സ്ഥലം വർമ്മ സാറ് ഈ കുമാരൻ മുതലാളിക്ക് വിറ്റു. ദൈവമേ, ദൈവത്തിന് എന്ന് വിളിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. ഞാനത് സമ്മതിക്കില്ല. ഇതെന്റെ മണ്ണാ. നിങ്ങൾ എന്നെ പറ്റിക്കാൻ വന്നവരാ. ഇറങ്ങിക്കോണം. എന്റെ സ്ഥലത്തുനിന്ന് ഇപ്പൊ ഇറങ്ങിക്കോണം. സൂക്ഷിച്ച് സംസാരിക്കണം. രൊക്കം കാശെണ്ണി കൊടുത്തിട്ടാ ഞാൻ ഈ സ്ഥലം വാങ്ങിയത്. പാവങ്ങളല്ലേ നോർത്ത് ഒരു ജോലി തരാന്നാ ഞാൻ വിചാരിച്ചത്. താനാള് കുഴപ്പമാണല്ലോടാ മൂപ്പിനെ. എന്റെ സ്ഥലത്തുനിന്ന് ഇറങ്ങി പോടോ. എന്ത് പറഞ്ഞടാ? ഇത് നിന്റെ സ്ഥലമാണെന്നോ? ഇതെന്റെ സ്ഥലമാ. ഞാൻ ചോര നീരാക്കി പണിയെടുത്ത സ്ഥലമാ. ഇത് ചതിയാ പെണ്ണെ. ഇവര് നമ്മളെ ചതിക്കുക. ഒന്ന് ചെലക്കാതെ ഇറങ്ങി പോടകളവാ. അങ്ങനെ ഇറങ്ങി പോണവനല്ലടാ ഞാൻ. താൻ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുമായിരിക്കും അല്ലേ? ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. വെറുതെ ആവശ്യമില്ലാത്ത പണിക്കിറങ്ങി സമയവും ബാക്കി കുറച്ചുള്ള തന്റെ ആരോഗ്യവും നശിപ്പിക്കാതെ നക്കാപ്പിച്ച വല്ലതും വേണമെങ്കിൽ പറയും, ഞാൻ തരാം. വേണ്ട, നിന്റെ നക്കാപ്പിച്ച എനിക്ക് വേണ്ടടാ. എന്റെ ശവത്തി ചവിട്ടിയിട്ട് നീയൊക്കെ ഈ മണ്ണി സിമന്റ് ഇറക്കൂ. ഇങ്ങനെ ഒരു നടങ്ങി പോവില്ല. പാടോ. ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇവിടേക്ക് വരും. വരുന്നതിന് മുൻപ് വേണ്ടതൊക്കെ പറക്കി കെട്ടി സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിൽ രണ്ടിനെ തൂക്കി റോഡിലേക്ക് എറിയും. ഹലോ അംബിക മാഡം. എന്തൊക്കെയായടോ? എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലേ? നമ്മൾ വിചാരിച്ചാലും സ്മൂത്തായി കാര്യങ്ങൾ നടക്കും മാഡം. അവരുടെ രക്തം നമ്മുടെ കയ്യിലാക്കേണ്ടി വരില്ല. പറയുന്നത് കേട്ടിട്ട് അവര് തന്നെ ആത്മഹത്യ ചെയ്യുന്ന തോന്നുന്നത്. ആണോ? സത്യാണോ? അതെ മാഡം, എനിക്ക് ഉറപ്പാ. ഇതുപോലെ എത്ര ആളുകളെ ഡീൽ ചെയ്ത ആളാ ഞാൻ. എന്തോ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. താനേ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോ. താൻ പറഞ്ഞതുപോലെ ഇനി ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ തട്ടിയേക്ക്. എന്നിട്ട് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി ഞാൻ പറഞ്ഞ ആളുടെ പേര് പറഞ്ഞേക്ക്. ശരി മാഡം. അപ്പനപ്പൂപ്പന്മാര് ചോര നീരാക്കി പൊന്നു വിളയിച്ച മണ്ണാണിത്. ഈ മണ്ണ് എനിക്ക് ഇഷ്ടദാനമായി തന്നപ്പോ അച്ഛനും അപ്പൂപ്പനും ഉറങ്ങുന്ന ഈ മണ്ണിൽ ഉറങ്ങണമെന്ന് ഈ പാവം കർഷകൻ കരുതി. ഇപ്പൊ ഈ വസ്തു തന്ന ആള് തന്നെ ഗുണ്ടകളെ വിട്ട് നമ്മളോട് ഇറങ്ങിപ്പോവാൻ പറയുന്നു. നമ്മൾ എന്ത് ചെയ്യും പെണ്ണെ? മരിക്കുന്നതിന് നിനക്ക് പേടിയുണ്ടോ പെണ്ണെ? ഇതുവരെ നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ ശവം കണ്ടാലേ അവർക്ക് തൃപ്തിയാവെങ്കിലും ആവട്ടെ. വഴക്കിട്ടോ കേസ് നടത്തിപ്പിച്ചിട്ടോ ഈ മണ്ണ് തിരിച്ചു പിടിക്കാൻ എനിക്ക് കഴിയില്ല. ജീവിതത്തിന്റെ അവസാന ദിവസം ഈ മണ്ണിൽ കലരണം, അതായിരുന്നു എന്റെ ആഗ്രഹം. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ കിടന്ന് മരിക്കാമല്ലോ. ഋതിക മാഡത്തിന്റെ വീട്ടിൽ വെച്ച് മാഡം ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോവാറുണ്ടോ? ഏയ് ഇല്ല. ഋതിക മാഡത്തിനെ സമ്മതിക്കണം.
എത്ര വലിയ വീട്ടിൽ ജീവിച്ചതാ. എന്നിട്ട് രാജുവേട്ടന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ ചേച്ചി ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ലല്ലോ. ഹും. അതാണ് ലവിന്റെ പവർ അല്ലേ? എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് തോന്നുന്നല്ലോ നിന്റെ മനസ്സിൽ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ, രാധമ്മയോടൊന്നും പറയല്ലേ. രാധമ്മ അറിഞ്ഞാ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ ഋതിക മാഡത്തിനൊപ്പം സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വരില്ല. അത് ശരി, ഭീഷണിയാണോ? എങ്കിൽ എനിക്കത് കാണണല്ലോ. ഋതിക മാഡം, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത് വിഷക്കുപ്പിയില്ലേ? ചെടികൾ കൊഴിക്കുന്ന മരുന്നല്ലേ? അല്ലെന്ന്. കുഞ്ഞെന്തൊക്കെയായി പറയുന്നേ? ഞങ്ങളുടെ കൃഷിസ്ഥലത്തിരുന്ന് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്താ ഈ നിറം? സത്യം പറഞ്ഞു, അല്ലേ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതേ വലിയ കുറ്റം. ജയിലിൽ പോയി കിടക്കേണ്ടി വരും. മനസ്സിലായോ? സ്വസ്ഥമായി മരിക്കാനെങ്കിലും ഞങ്ങൾ അനുവദിച്ചൂടെ മോളെ? ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ദയവ് ചെയ്ത് മോൾ ഇവിടെ നിന്ന് പോണം. ഞങ്ങളെ മരിക്കാനെങ്കിലും അനുവദിക്കണം. അയ്യോ, കരയില്ലേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്നോട് പറയേ, ഞാൻ വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യാം. വേണ്ട മോളെ, അവരൊക്കെ വലിയ ആളുകളാ. നമ്മളൊക്കെ വിചാരിച്ച അവരെ ഒന്നും ചെയ്യാൻ കഴിയൂല. അതിന് ഋതിക മാഡം ആരാണെന്ന് നിങ്ങൾക്കറിയോ? നീ മിണ്ടാ നിൽക്ക്. അപ്പപ്പാ, അമ്മൂമ്മ നടന്ന എന്താണെന്ന് പറയേ. ഞാനത് സമ്മതിക്കില്ല. ഇതെന്റെ മണ്ണാ. അതിന് ഈ സ്ഥലം എങ്ങനെയാ ചേട്ടന്റെ സ്ഥലമാവുന്നേ? എന്ത് പറഞ്ഞടാ? ഇത് നിന്റെ സ്ഥലമാണെന്നോ? ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇവിടേക്ക് വരും. വരുന്നതിന് മുൻപ് സ്ഥലം വിട്ടോണം. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി. എവിടേക്കോ ഉള്ള മനുഷ്യരുടെ വിശപ്പ് മാറ്റാനായി ഈ മണ്ണിൽ അധ്വാനിച്ചവരാ നിങ്ങള്. ഈ മണ്ണിന്റെ ശരിക്കുമുള്ള അവകാശികൾ നിങ്ങളാ. നിങ്ങളെ ഞാൻ സഹായിക്കാം. നിങ്ങളെ ഉപദ്രവിച്ചവരാരാണെങ്കിലും, അവരെത്ര വലിയവരാണെങ്കിലും. നമുക്ക് ഈ നാട്ടില് പോലീസും കോടതിയൊക്കെ ഉള്ളത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. അരുത്. നിങ്ങളുടെ പേരക്കുട്ടിയുടെ പ്രായമല്ലേ എനിക്കുള്ളൂ. എന്റെ നേരെ കൈ കൂപ്പരുത്. ആരിത്? ഋതിക മേഡോ? ഈ സ്ഥലം ആരുടേതാണെന്ന് ഋതിക മേഡത്തിന് വലിയ പിടിയില്ലാന്ന് തോന്നുന്നു. പരാതി സ്വീകരിക്കാൻ പേടിയാണെങ്കിലേ പറഞ്ഞാ മതി. നിങ്ങൾക്ക് മുകളില് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അല്ല, പരാതിയിൽ ഇവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ആളുടെ, അതായത് ഈ സ്ഥലം ഇവർക്ക് ഇഷ്ടദാനമായി നൽകി കബളിപ്പിച്ച ആളുടെ പേരില്ലാത്തോണ്ട് ചോദിച്ചതാ. പിന്നെ മാഡം സാക്ഷിയെ ഒരു ഒപ്പൂടിയിട്ടാ മതി. സാർ ചെല്ല്. ചെന്ന് വേണ്ട നടപടിയെടുക്കാം. ശരി.
കളവാ, ഞാൻ വിളിപ്പിക്കുമ്പോ സ്റ്റേഷനിലേക്ക് വന്നേക്കണം. ഈ പരാതിയിലുള്ളതുപോലെ തന്നെ പറഞ്ഞേക്കണം. ശരി സാറേ. സാറേ, ഇപ്പൊ നടന്നത് പോട്ടെ. സംസാരിക്കുമ്പോ ഇനി മുതല് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. അതിനിവരെന്റെ മേലുദ്യോഗസ്ഥരൊന്നും അല്ലല്ലോ. ഇത്രയ്ക്ക് ബഹുമാനമൊക്കെ മതി. അത് സാറങ്ങ് തീരുമാനിച്ച പോരല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് മുകളില ഇവരുടെ സ്ഥാനം. അത് മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞതേ ഒരു ദിവസമെങ്കിലും പട്ടിണി കിടന്നാ മതി. കർഷകനല്ലേ, ഞാനിത് കുറെ കണ്ടിട്ടുള്ളതാ. എത്ര കണ്ടാലും കേട്ടാലും സാറിനത് മനസ്സിലാവില്ല. മനസ്സിലാക്കണമെങ്കിലേ നല്ലൊരു മനസ്സ് വേണം. അത് തനിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ തന്ന പരാതിയില് എന്തെങ്കിലും ക്രമക്കേട് കാണിക്കുകയോ ഇവരെ ഭീഷണിപ്പെടുത്തി എതിർ കക്ഷികളോട് കൈക്കൂലി വാങ്ങിക്കുകയോ ചെയ്ത ഇത് സാറെടുക്കുന്ന അവസാനത്തെ കേസായിരിക്കും. അയ്യോ മാഡം, ചതിക്കരുത്. ഈ കേസ് ഞാൻ നോക്കിക്കോളാം. മാഡം ദയവേത് എന്റെ പണി കളയരുത്. വാടോ. കണ്ടില്ലേ അപ്പൂപ്പ, നിങ്ങൾ സമാധാനായിട്ടിരിക്കെ. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി നിങ്ങൾക്ക് തന്നെ കിട്ടും. ധൈര്യമായിട്ടിരിക്കെ. നന്ദിയുണ്ട് മോളെ. പ്രതാപ, സന്തോഷമായിട്ട് ധൈര്യമായിട്ട് നീ നോമിനേഷൻ സമർപ്പിച്ചോളൂ. ഇത്തവണയും വിജയം നിനക്ക് തന്നെയായിരിക്കും. ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. പോയിട്ട് വാനിയ. ദീപകെ, പുറത്തെല്ലാവരും എത്തിയിട്ടില്ലേ? നമുക്കറിയാലോ. എല്ലാവരും റെഡിയാണോ മാവ? വരും. സാർ, എന്ത് വേണം? എസ്കോർട്ടിന് തനിക്കാണോ ഡ്യൂട്ടി? അയ്യോ അല്ല സാറേ, സാറ് നോമിനേഷൻ സമർപ്പിക്കാൻ കളക്ടർ ഓഫീസിലേക്ക് ഇറങ്ങിയതല്ലേ. സാർ അവിടെ വരെ പോയി രാവിലെ തന്നെ ഒരു യാത്ര വേസ്റ്റ് ആക്കേണ്ടത് കരുതിയാ ഞാൻ ഓടിപ്പടച്ച് ഇവിടേക്ക് വന്നത്. മനസ്സിലായില്ല. ആരുടെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് മറക്കരുത്. ഒരു ശുഭകാര്യത്തിന് വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയ എന്റെ അനിയന്റെ മുന്നിൽ നിന്ന് തടസ്സം നിൽക്കാതെ മാറി നിൽക്ക്. അല്ലെങ്കിലേ തന്റെ തലയിൽ ഈ തൊപ്പി അധികം നാളുണ്ടാവില്ല. മാഡം, മാഡത്തിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം. പക്ഷേ ഇനി എന്നെ മാഡത്തിനും മാഡത്തിന്റെ അനിയൻ മിനിസ്റ്റർക്കും ഒരു ചുക്കും ചെയ്യാനാവില്ല. ദേ, ഇത് കണ്ടോ? കോർട്ട് ഓർഡറാ. മിനിസ്റ്റർ വർമ്മ സാറിനെതിരെ ലഭിച്ച പരാതിയുടെ പേരിൽ പ്രതാപവർമ്മ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ഈ ഇലക്ഷനിൽ പ്രതാപവർമ്മ മത്സരിക്കാൻ യോഗ്യനല്ല എന്ന് ഉത്തരവിടുകയും ചെയ്ത സ്പെഷ്യൽ ഓർഡറാ. കൊള്ളാം. ഇത് ആർക്ക് വേണ്ടിയാണോ താൻ ചെയ്തത്? എത്രയാ ഇത് ചെയ്യാൻ കൂട്ടുന്നതിന് തനിക്ക് കിട്ടിയത്? ക്യാഷ് ആയിട്ട് മാത്രമേ ഉള്ളോ അതോ പ്രൊമോഷനും ഉണ്ടോ? എന്താ വർമ്മ സാറേ ഇത്? എന്റെ സത്യസന്ധതയെ വർമ്മ സാർ ഇങ്ങനെ ചോദ്യം ചെയ്യരുത്. തൊഴിൽ ധർമ്മത്തിന് വിരുദ്ധമായി ഇന്നേ വരെ എന്റെ മനസാക്ഷിയെ വഞ്ചിച്ച് ഒന്നും ചെയ്തിട്ടില്ലാത്ത കർമ്മനിരതനായ ഒരു പോലീസ് അധികാരിയാണ് ഞാൻ. കളക്ടർ ഓഫീസ് വരെ വന്ന് അവിടെ മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് വർമ്മ സാർ കോർട്ട് ഓർഡർ കയ്യിൽ വാങ്ങി നോമിനേഷൻ നൽകാനാവാതെ അപമാനിതനാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ധൃതി പിടിച്ച് ഇതുവരെ വന്നത്. മനസ്സിലായി. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം.
സർ, തൽക്കാലം അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ആയിട്ടില്ല. അതും കൂടെ ഒന്ന് കയ്യിലോട്ട് വന്നോട്ടെ. ഇനി നമുക്കെങ്കിൽ അറസ്റ്റ് ഓർഡർ കിട്ടിയിട്ട് കാണാൻ സാറേ. ഞാൻ ഇറങ്ങട്ടെ. ചേട്ടാ, പേടിക്കേണ്ട ശേഖര, ഇതിനപ്പുറം ഒരുപാട് കണ്ടിട്ടാ ഞാൻ ഈ മന്ത്രിക്കുപ്പായ അണിഞ്ഞത്. കോർട്ട് ഓർഡറിൽ പരാതിക്കാരെ 2 കർഷകരാ. അവർക്ക് മുമ്പ് ദാനമായി നൽകിയ കൃഷിഭൂമി ഭൂമാഫിയയ്ക്ക് വിൽക്കാനായി കർഷകരിൽ നിന്നും ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചെടുത്തെന്നും അവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെന്നുമാണ് എനിക്കെതിരെ നൽകിയിരിക്കുന്ന പരാതി. ദീപകേ, അമ്മാവ, നീ ഒന്നിറങ്ങി അന്വേഷിക്കണം. പുറത്ത് സിജോ വർഗീസും എൽവിനും ഉണ്ടാവും. അവരെയും കൂടെ കൂട്ടിക്കോ. ശരി അമ്മാവ. ചേച്ചി വിഷമിക്കണ്ട, ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ. എന്നാലും ആരായിരിക്കും പ്രതാപ ഇതിന്റെയൊക്കെ പിന്നിൽ? ദീപക്ക് പോയിട്ടുണ്ടല്ലോ. സത്യം എന്താണെന്ന് നമുക്ക് ഉടനെ തെളിയിക്കാൻ ചേച്ചി. ചേച്ചി സമാധാനമായിട്ടിരിക്കുക. യാമിനി, വാ. നീ കുറെ കണ്ടുപിടിക്കും. നിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അംബിക ഫുൾ സ്റ്റോപ്പ് ഇടും. ഇത് നാശത്തിന്റെ തുടക്കമാ. പ്രതാപവർമ്മയുടെ സർവനാശത്തിന്റെ തുടക്കം.